ഡെവിൾ ലവ് ഭാഗം 16. ഇന്നാണ് ഗായുവിൻ്റെ പെണ്ണ് കാണൽ. ഓഫീസിൽ ലീവെടുത്ത് ഇഷുവും രേഷ്മയും കിച്ചുവും ദേവും ചേർന്ന് ഇന്നലെ തന്നെ ഗായുവിൻ്റെ വീട്ടിലെത്തി. എറണാകുളമാണ് ഗായുവിൻ്റെ നാട്. രാവിലെ 11 മണിക്ക് ചെക്കനും കൂട്ടരും എത്തുന്നത്. ഗായുവിൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു നിന്നു. ഇഷുവും രേഷ്മയും കിച്ചുവും ദേവും ചേർന്ന് ഗായുവിനെ നല്ല ഭംഗിയായി ഒരുക്കി. ഇളം നീല കളർ സാരിയായിരുന്നു. മിതമായ മേക്കപ്പ് ചെയ്തു. കാതിലൊരു കുഞ്ഞു ജുമുക്ക, കഴുത്തിൽ നേരെ മാല, വട്ടപ്പൊട്ട്, മുടി മറഞ്ഞിട്ടിട്ടുണ്ട്. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചുണ്ടിൽ ചിരിയുണ്ട്, പക്ഷെ കണ്ണിൽ എന്തോ വിഷാദമുള്ളതുപോലെ. പക്ഷെ അത് മായ്ക്കാൻ എന്ന പോലെ ചുണ്ടിലെ ചെറുചിരി വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഗൗരി അവരോട് ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഗീതു അവളുടെ റൂമിൽ നിന്ന് ഒരുങ്ങുന്നുണ്ട്, 1 കിലോ പുട്ടിയിട്ടിട്ട്. കുറച്ച് സമയത്ത് ശേഷം സിനിമ സ്റ്റൈലിൽ 2-3 ആഡംബര കാറുകൾ വന്നു നിന്നു. അതിൽ നിന്ന് വിശ്വനാഥനും ഇന്ദിരയും ജഗത്തും ശ്രീദേവി, വൈഗ, അർജുൻ, നിരഞ്ജൻ എന്നുള്ളവർ ആണ് ഇറങ്ങിയത്. കുറച്ച് സമയത്ത് ശേഷം ഗായു അവർക്ക് കുടിക്കാൻ ചായയുമായി വന്നു. കൂടെ നമ്മുടെ പെൺപിള്ളേർ. അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടതും അവർ ഞെട്ടി. അർജുൻ സർ, ഇഷാനി അറിയാതെ പറഞ്ഞു പോയി. അർജുൻ ഇഷാനിയെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളെ കണ്ടപ്പോൾ തിളങ്ങി. അവളുടെ അന്താളിച്ചുള്ള നോട്ടം കണ്ട് അർജുനെ ചിരി വരുന്നുണ്ട്. അവൻ്റെ കണ്ണ് അവളിലൊന്ന് ഒഴുകി. വൈറ്റ് അനാർക്കലി ചുരിദാറാണ് വേഷം. അതിൽ അവൾ അതിസുന്ദരിയായിരുന്നു. അർജുനെ കണ്ട് ഇഷാനിയിൽ എന്തെല്ലാം ചോദ്യം ഓടിക്കൊണ്ടിരുന്നു. ഒപ്പം ഹൃദയം കാരണം അറിയാതെ ശക്തിയിൽ ഇടിക്കുന്നുണ്ട്. മനസ്സിൽ അർജുനാണോ ചെക്കൻ എന്ന ചിന്തയും. ആ ചിന്ത പോലും അവളെ തളർത്തി. എന്തിനെന്നറിയാതെ സങ്കടം വരുന്നു അവൾക്ക്. അറിയില്ല എന്നല്ല, അറിയാം. അവൾക്ക് അർജുൻ എടി, ഇവരാണോ ഗായു കാണാൻ വന്നത്? ഇതിൽ ആർക്ക് വേണ്ടിയാ? അർജുൻ സാറിനോ അതോ നിരഞ്ജനോ സാറിനോ? ദേവ് ചോദിച്ചു. ആ ചോദ്യം ഇഷാനിയിലും ഉണ്ടായിരുന്നു. അവളൊന്നും മിണ്ടില്ല. നിരഞ്ജൻ സാറിനാവില്ലടി, എനിക്ക് തോന്നുന്നു അർജുൻ സാറിനാവുന്നു ചെക്കനെന്ന് റിച്ചു പറഞ്ഞു. ആ പറച്ചിൽ ഇഷാനിയുടെ ഹൃദയം കീറി മുറിച്ചു. അവൾക്ക് പുച്ഛം തോന്നി. തൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവ് ആവാൻ പോകുന്നവനെ മറ്റൊരു കണ്ണോടെ നോക്കിയതിന്. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ ഗായുവിനൊന്ന് നോക്കി. അവൾ തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ആരെയും മുഖം ഉയർത്തി നോക്കുന്നില്ല. അതുകൊണ്ട് വന്നവരെ അവൾ കണ്ടില്ല. എല്ലാവർക്കും ചായ കൊടുത്തു. ഇതാണ് ചെക്കൻ, നിരഞ്ജൻ, പെട്ടെന്ന് ഇന്ദിര മുത്തശ്ശി പറഞ്ഞു. ഗായു പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. അവൾ അവിടെ ഇരിക്കുന്ന നിരഞ്ജനെ കണ്ട് ഒന്ന് ഞെട്ടി. അത് കേട്ടപ്പോൾ ഇഷാനിയുടെ ഉള്ളിൽ എന്തോ തണുപ്പ് പോലെ. അവളുടെ മുഖത്ത് ആശ്വാസം നിറയുന്നത് ആരും കണ്ടില്ലെങ്കിലും അവളെ നിരീക്ഷിക്കുന്ന അർജുൻ്റെ കണ്ണ് വ്യക്തമായി ഒപ്പിയെടുത്തു. അവൾ അർജുനൊന്ന് നോക്കി. ആ സമയം അവനും അവളെ നോക്കി. രണ്ടുപേരുടെയും കണ്ണ് ഒരു നിമിഷം ഉടക്കി. പെട്ടെന്ന് നോട്ടം മാറ്റി. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചു, ഗായുവിൻ്റെ അമ്മാവൻ പറഞ്ഞു. നിരഞ്ജൻ ഗായുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു. ഗായു പകപ്പോടെ എല്ലാവരെയും നോക്കി. പെൺപിള്ളേർ അവളോട് പോവാൻ കണ്ണു കാണിച്ചു. വീട്ടുകാർ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. നിരഞ്ജൻ മുറ്റത്ത് ഒരു ഓരം ചേർന്ന് നിന്നു. ഗായു മടിച്ച് അവൻ്റെ അടുത്തേക്ക് പോയി. അവന് മുഖം കൊടുക്കാതെ നിന്നു. ഗായത്രി, അവൻ അത്രയും മനോഹരമായി അവളുടെ പേര് വിളിച്ചു. താൻ എന്താടോ ഒന്നും പറയാത്തേ? തനിക്ക് ഈ കല്യാണത്തിന് ഓക്കെ അല്ലേ? ആ ചോദ്യമാണ് അവളെ ബോധത്തിൽ കൊണ്ടുവന്നത്. അവരെ കണ്ടപ്പോൾ പോയ കിളിയാണ് അവളുടേത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൾ പറഞ്ഞു. അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അതുവരെ ചിരിച്ചു നിന്ന നിരഞ്ജൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു. എടോ, താൻ എന്താ പറഞ്ഞത്? അവൻ ചോദിച്ചു. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമില്ല എന്ന്. എന്തുകൊണ്ട്? ഈ പ്രാവശ്യം അവൻ്റെ സ്വരം കടുത്തു. കൈമുഷ്ടി ചുരുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. സാറിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയണം. അത്രയും പറഞ്ഞ് പോവാൻ നിന്ന ഗായുവിൻ്റെ കയ്യിൽ നിരഞ്ജൻ പിടിച്ചു. നീ എന്താടി കളിക്കാണോ? എന്നെ ഇഷ്ടമാണ്, പ്രേമമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് കയ്യും കണ്ണും കാണിച്ച് എന്നെ മയക്കിയിട്ടിപ്പോൾ അവൾക്ക് വിവാഹം വേണ്ട പോലും. അത് കേട്ട് ഗായു അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ മോചിപ്പിക്കാൻ നോക്കി. പക്ഷെ പറ്റുന്നില്ല. ഞാൻ ആരെയും വശീകരിക്കാൻ നോക്കിയിട്ടില്ല. നിങ്ങളെ ഇഷ്ടമായിരുന്നു, അത് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ നിരസിച്ചു. പിന്നെയും നിങ്ങളോട് പിന്നാലെ വന്നു, നാണമില്ലാതെ. ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്നോട് അവസാനം പറഞ്ഞത് എന്തായിരുന്നു? എന്നെപ്പോലെ ഒരു പെണ്ണല്ല നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന്. നിങ്ങളുടെ സ്റ്റാറ്റസിന് ഞാൻ ചേരില്ല. നിന്നെപ്പോലെ ലോ ക്ലാസ് പെണ്ണുങ്ങൾ ആണുങ്ങളെ വല വീശി പിടിക്കാൻ നടക്കുക എന്നൊക്കെയല്ലേ.
ഇനി പ്രേമമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത്. നിനക്ക് മറ്റേ പണിയാണ് നല്ലത് എന്നൊക്കെയല്ലേ. അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു, ശബ്ദം ഇടറി. സോറി, ഞാൻ അന്ന് നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാ താൻ കയറി വന്നത്. ഒരുപാട് പ്രഷർ താൻ നിരന്തരം കയറി വന്ന ഒരു കാര്യം പറയുന്നതൊക്കെ കണ്ടപ്പോൾ ദേഷ്യം തോന്നി. പക്ഷെ അത് കഴിഞ്ഞ് തന്നെ കാണാതായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന്. സോറി ഡോ, എനിക്ക് തന്നെ അത്രയ്ക്കും ഇഷ്ടമാണ്. ഇത് കേട്ട് ഗായുവിൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. ഒരുപാട് കേൾക്കാൻ കൊതിച്ച വാക്കാണ്. പക്ഷെ എന്തോ തോറ്റു കൊടുക്കാൻ അവളുടെ ഈഗോ സമ്മതിക്കുന്നില്ല. എനിക്കിപ്പോൾ നിങ്ങളോട് ഇഷ്ടമില്ല, പകരം വെറുപ്പ് മാത്രമേ ഉള്ളൂ, അവൾ പറഞ്ഞു. അതുകൊണ്ട് സാർ തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. എനിക്കതിന് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ആയിരുന്നു. അവളുടെ വാക്ക് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ അവളെ കയ്യിൽ പിടിച്ച് മുറ്റത്തെ മാവിൻ ചോട്ടിൽ ചേർത്ത് നിർത്തി. അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവൻ്റെ കൈ അവളുടെ സാരിയുടെ വിടവിൽ കൂടെ കാണുന്ന ഇടുപ്പിൽ പിടിച്ചു. നഗ്നമായ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നതും രണ്ടുപേരിലും ഒരുപോലെ വിറയൽ അനുഭവപ്പെട്ടു. പക്ഷെ അവൻ അത് പുറത്ത് കാണിച്ചില്ല. സർ, അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു. അന്നേരത്ത് അവൻ്റെ മുഖം കണ്ട് അവളുടെ കണ്ണ് തള്ളിപ്പോയി. ഇന്നേ വരെ അവൻ്റെ മുഖത്ത് കാണാത്ത ഭാവം. ദേഷ്യവും ധാർഷ്ട്യവും പുച്ഛവും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു ഭാവം ഇന്ന് വരെ അവൾ കണ്ടിട്ടില്ല. അവൻ അവളുടെ നാഭിച്ചുഴിയിൽ ചുറ്റും തൻ്റെ കൈവിരൽ കൊണ്ട് കളം വരച്ചു. അവൾ ഉമിനീറിറക്കി അവനെ നോക്കി. അവനിൽ എന്തോ ഒരു കള്ളച്ചിരി. പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അവൻ അത്രയും ആർദ്രമായി അവളോട് ചോദിച്ചു. അവൾ അല്ല എന്ന പോലെ തല കുലുക്കി. അത് പറഞ്ഞതും അവൻ്റെ തള്ളവിരൽ ചുഴിയുടെ ആഴം അളന്നു. അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. അവൾ പോലും അറിയാതെ അവളിൽ നിന്ന് ഒരു ശബ്ദം. അവൾ വാ പൊത്തി പിടിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി. അവൻക്ക് ആ സമയം അവളോട് അതിയായ വാത്സല്യം തോന്നി. അവൻ്റെ ചുണ്ട് അവളുടെ നെറുകയിൽ അമർന്നു. അവൾ കണ്ണടച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവളിലൂടെ ഒഴുകി. അവൻ അത് തൻ്റെ വിരൽ കൊണ്ട് തുടച്ചു നീക്കി. ഞാൻ നിന്നെ തൊട്ടതും ചുംബിച്ചതും നീ എൻ്റെ ആയതുകൊണ്ടാണ്. പിന്നെ നിന്റെ കണ്ണിൽ എനിക്ക് ഇന്നും കാണാം എന്നോടുള്ള ഇഷ്ടം. അതുകൊണ്ട് മാത്രം ആണ്. പിന്നെ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി വീഴുമെങ്കിൽ അത് ഈ നിരഞ്ജൻ ഒബ്രോയുടേതാവും. അത്രയും പറഞ്ഞ് ഒരിക്കൽ കൂടി അവളുടെ നെറുകിൽ മുത്തി അവൻ അകത്തേക്ക് നടന്നു. അവൾ അവിടെ തന്നെ പ്രതിമ പോലെ നിന്നു. കുറച്ചു കഴിഞ്ഞു അവൻ്റെ പിന്നാലെ അവളും പോയി. വീട്ടുകാർ ജാതകം നോക്കി തീരുമാനം പറയാം എന്നും പോകുന്നതിൻ്റെ മുൻപ് ഇന്ദിര മുത്തശ്ശി അവളുടെ കയ്യിൽ ഒരു വള ഇട്ടു കൊടുത്തു. കല്യാണ ചിലവ് മുഴുവൻ അവർ നോക്കും എന്നും പറഞ്ഞു. യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. പോകുമ്പോൾ നിരഞ്ജൻ ഗായുവിനെ ഒന്ന് നോക്കി. അവൾ അത് കണ്ട് തല കുനിച്ചു. ചിരിയോടെ അത് നോക്കി. പക്ഷെ ഗീതുവിൽ കുശുമ്പ് നിറഞ്ഞു. പോരാത്തതിന് അർജുൻ അവളെ മൈൻഡ് പോലും ചെയ്യാത്ത അവളെ ദേഷ്യത്തിൽ ആഴ്ത്തി. അവൾ നോക്കുമ്പോൾ എല്ലാം അർജുൻ്റെ കണ്ണ് ഇഷാനിയിലാണ് എന്നുള്ളത് അവളെ ചൊടിപ്പിച്ചു. അവൾ ഇഷാനിയെ നോക്കി. അവൾ ഫ്രണ്ട്സായി എന്തെല്ലാം പറഞ്ഞു ചിരിക്കുന്നുണ്ട്. തന്നെക്കാൾ സൗന്ദര്യമുള്ള ഇഷാനിയെ നോക്കി അവൾക്ക് അസൂയ തോന്നി. ഗായു പെട്ടെന്ന് റൂമിലേക്ക് പോയി. കുറച്ചു മുൻപ് നിരഞ്ജൻ തന്നോട് ഇഷ്ടമാണ് പറഞ്ഞതും ഓർത്തതും അവൾക്ക് കണ്ണ് നിറഞ്ഞു. അത് സന്തോഷം കൊണ്ടായിരുന്നു. അവൻ്റെ കൈയിൻ്റെ ചൂട് ഇപ്പോഴും തൻ്റെ വയറ്റിൽ അനുഭവപ്പെടുന്ന പോലെ തോന്നി അവൾക്ക്. ആ നേരത്ത് അവൻ്റെ കള്ളനോട്ടവും ചിരിയും അവൾ ഓർത്തു. അവളുടെ മുഖം ആപ്പിൾ പോലെ ചുവന്നു തൊടുത്തു. പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ട് അവൾ ഡോർ തുറന്നു. അപ്പോൾ ഇതാ ഇഷുവും ടീമുമാണ്. അവർ അവളെ സൂക്ഷിച്ചു നോക്കി. എടാ കിച്ചുവേ, ഇവിടെ ഒരാൾ ഇപ്പോൾ കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് കാണാൻ കഴിഞ്ഞപ്പോൾ ചെമ്പരത്തി പോലെ ചുവന്ന് നിൽക്കുന്നു കണ്ടോ, ദൈവം ഒരു ആക്കുലോടെ പറഞ്ഞു. ഇഷു അത് കേട്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട്. ഗായു അവളെ കണ്ണു കൂർപ്പിച്ച് നോക്കി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പവും വില്ലും പറഞ്ഞിട്ട്. ഇപ്പോൾ ആരായി കിച്ചു പറഞ്ഞു. എടി, ഞങ്ങൾ മുടക്കണോ ഈ വിവാഹം? ഒരു കള്ളച്ചിരിയോടെ ദൈവം പറഞ്ഞു. എടി, കൊല്ലും ഞാൻ. ഒരുപാട് പിന്നാലെ നടന്ന് നാണം കെട്ട് ഒന്ന് സെറ്റായതാ. പെട്ടെന്നൊന്നും ഓർക്കാതെ ഗായു അവരുടെ വാ തുറന്നുള്ള നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഗായു പറഞ്ഞു പോയ കാര്യം ഓർക്കുന്നത് തന്നെ. അവൾ അവരെ നോക്കി നന്നായി ചിരിച്ചു. ഈ സമയം ഇഷാനിയുടെ ഫോണിലേക്ക് ആ കോൾ വീണ്ടും വന്നു. തുടരും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ പറയുക. സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, അത് തെറ്റുണ്ടെങ്കിൽ അത് പൊറുക്കുക. എന്തെങ്കിലും വോയിസ് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക.